ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ മുട്ടൻ കോമഡിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് അനീഷാണ് ഇപ്പോൾ പ്രധാന ഇര എന്ന് പറയുന്നത്. അനീഷ് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം തന്നെ ഇട്ടിട്ടുള്ള വീഡിയോ റിയാക്ഷൻസ് ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ വിചാരിച്ചോളൊന്നല്ല കേട്ടോ, വ്ളോഗറാണ്, റീൽ ചെയ്യുന്ന ആളാണ്. അഭിനയൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു, വായൊക്കെ ഇച്ചിരൂടെയൊക്കെ അടയ്ക്കാൻ കേട്ടോ, അത്രയൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഞാനിവിടെ എത്ര വീഡിയോ എടുത്താലും ആൾക്കാരൊന്നും എൻ്റെ ഒപ്പം വരില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അക്ബർ തമാശയ്ക്ക് ചോദിക്കുന്നുണ്ട്, അപ്പം ചേട്ടനും യൂട്യൂബ് മാത്രമേ കാണത്തുള്ളായിരുന്നല്ലേ മുമ്പ്, ഇപ്പം എന്തായാലും എല്ലാവരും കണ്ടു തുടങ്ങിയിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അക്ബറിനും പണിയാണ്. അക്ബറിൻ്റെ വൈഫും ഈ രീതിയിൽ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അക്ബറിനോട് പറയുന്നുണ്ട്, ഇവിടെ മാത്രമല്ല അക്ബറിൻ്റെ വൈഫും വീഡിയോ ചെയ്യുന്നുണ്ട്, ഇക്കു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അക്ബറിന് എന്താ അടി കൊണ്ടവലായി പോയിട്ടുണ്ട്. അയ്യോ അതൊന്നും പറയണ്ട, എനിക്കത് മെൻ്റലി ഞാൻ തകർന്നു പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. കാരണം പുള്ളിക്കാരിയും വീഡിയോ ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ അറിയാം. ഇനിയിപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷം വേണം അവളെ ഒന്ന് പോയി കാണാൻ എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അനീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അനീഷ് രാവിലെ എണീക്കുമ്പോൾ ഒരു വ്ളോഗ്, കഴിക്കുന്ന വ്ളോഗ്, ഉച്ചക്കത്തെ കഴിക്കുന്ന വ്ളോഗ്, വൈകുന്നേരം കഴിക്കുന്ന വ്ളോഗ്, എന്തൊക്കെയാണ് ചേട്ടാ ഈ കാണിച്ചു വെച്ചിട്ടുള്ളത്? മുട്ടൻ കോമഡിയാണല്ലോ, ചിരിച്ച് മണ്ണ് തപ്പി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ശൈത്യമൊക്കെ പറയുന്നത്. എന്തായാലും അനീഷ് കുറേ അധികം തന്നെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ അന്ന് ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാണ് നീ എപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, മടുപ്പില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എന്താണ് ചേട്ടാ ഇപ്പോൾ ഇതെല്ലാവരും കാണുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അല്ല, എന്നെ കളിയാക്കിക്കോളൂ, നിങ്ങളെ എത്ര വേണം കളിയാക്കിക്കോളൂ, ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് അനീഷ് പറയുന്നത്. അനീഷിന് എന്തായാലും ക്യാരക്ടറിന് ഒരു വലിയ മാറ്റവും വന്നിട്ടുണ്ട്. വളരെയധികം തന്നെ ഹാപ്പി ആയിട്ടാണ് അവർ ചെയ്യുന്ന ഓരോ കളിയാക്കലും നല്ല സന്തോഷത്തോടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നല്ലേ എന്നുള്ള രീതിയിലേക്കാണ് അനീഷ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അക്ബറും ചെറിയ രീതിയിൽ തന്നെ പെട്ടുപോയ കാര്യം ഇവിടെ ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു.